അല്ല, ഞങ്ങളൊരു സാമാന്യമായ ചോദ്യം, അദ്ദേഹം പെൻഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. പെൻഷൻ കിട്ടേണ്ട കാര്യത്തിന് മാത്രമാണ് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിന്റെ ബന്ധപ്പെട്ട പരാതികളാണ് കൊടുത്തത്. പെൻഷൻ കിട്ടുന്ന സമയത്ത് പെൻഷൻ തന്നെ കിട്ടണ്ടേ? പെൻഷൻ കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിൽ ഞങ്ങൾ തൊഴിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ജനുവരി മാസം പൈസ വിഡ്രോ ചെയ്തിട്ടെന്ന് പറയാൻ എന്താ അടിസ്ഥാനമാണുള്ളത്? അദ്ദേഹം പറയുന്ന കാര്യം പെൻഷൻ പൈസ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ അദ്ദേഹം ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതൊരു കോസ് ആയി ഏറ്റെടുത്തുകൊണ്ട്, അതായത് മുഴുവൻ, ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു മകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് മുഴുവൻ പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സൂചകമായി അദ്ദേഹം ചെയ്തതാണെന്നാണ്. അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അതല്ല അദ്ദേഹം സ്വമേധയാ ഒരു പ്രതിസന്ധിയിലായതുകൊണ്ട് ജീവിക്കാൻ രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്തതാണ്? തീർച്ചയായിട്ടും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനും അതോടൊപ്പം അദ്ദേഹത്തെ പോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഈ വളയത്ത് ജോസഫ് എന്ന് പറഞ്ഞ ആള് എന്നും മുൻപന്തിയിലായിരുന്നു. അവിടെ ഒരു പട്ടയ പ്രശ്നം വന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോലും പോയി തൊട്ട അയൽവാസികളെയും കൂട്ടി പോയിട്ട് സമരം നടത്തിയ സാഹചര്യമുണ്ട്. ആ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളും അതുപോലെ തന്നെ ആ സമരത്തിൽ ADM-ഉം തഹസിൽദാരടക്കമുള്ള ആളുകൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് പട്ടയം കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള വഴി. ഒരു വർഷം മുന്നെയാണ്, ഒരു വർഷം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട്. അതുവരെ അവരുടെ മകള് അവരോടൊപ്പമായിരുന്നു. അവർക്ക് ആ മകളെ, ഭിന്നശേഷിക്കാരായ മകളെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റോഡിന്റെ കാര്യം, വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചു കൊടുത്തു, അതിനൊക്കെ അഭിനന്ദിക്കുന്നു. പക്ഷെ ആ റോഡ് നിർമ്മിച്ചു കൊടുത്തതിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള ഇടപെടലുകളും പരാതികളും കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള റോഡ് പോലും അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ തീർച്ചയായിട്ടും പെൻഷൻ കൊടുത്തേ മതിയാവുള്ളൂ. ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. ചില ആളുകൾ പരാതികളായിട്ട് കൊടുക്കും, ചില ആളുകൾ പ്രതിഷേധം ഉണ്ടാക്കും, ചില ആളുകൾ പരാതി ഒന്നും പറയാണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ വളരെയേറെ പ്രയാസത്തിലാണ് ഈ പെൻഷൻ കിട്ടാത്തത് മൂലം.